നമസ്കാരം. ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തന്റേതായ ശബ്ദമാധുര്യം കൊണ്ട് ശ്രദ്ധേയനായി മാറിയ അല്ലെങ്കിൽ സംഗീതം ജീവിതമായി കണ്ട ഒരു പ്രശസ്ത ഗായകനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ ഗായകൻ എന്നതിലുപരി ഒരു ബാങ്ക് മാനേജറായും ജീവകാരുണ്യ രംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുകയും ഭാരത് സേവക് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്ത മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ സുപരിചിതനായ പട്ടം സനിത്ത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിസ്തുമസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ നമസ്കാരം സാർ, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അപ്പോൾ സാർ, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ? അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്രിസ്മസ് ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പം തന്നെ 2-3 പരിപാടികൾ പങ്കെടുത്തു ക്രിസ്മസുമായി ബന്ധപ്പെട്ട പബ്ലിക് ഫങ്ഷനുകൾ. പിന്നെ അല്ലാതെ വീട്ടിൽ കേക്കൊക്കെ മുറിക്കും. അത് ക്രിസ്മസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആഗോളതലത്തിൽ ആഘോഷിക്കുന്ന ഒരു പ്രധാന ആഘോഷമാണ്. അപ്പോൾ സാറ് കുഞ്ഞുനാൾ മുതലേ സാറിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു വിശേഷങ്ങൾ എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും? തീർച്ചയായും ഞാൻ എൻ്റെ വീട് ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്, ശ്രീകാര്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞാൻ താമസിച്ചിരുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ പള്ളിയായിരുന്നു. എൻ്റെ വീടിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരു പള്ളിയാണ്. അപ്പം ഞാൻ ക്രിസ്തീയ ഗാനങ്ങൾ കേട്ടാണ് മിക്കവാറും ഉണരുന്നത്. ഒരു പള്ളിയിൽ മൈക്കിടുമായിരുന്നു. അപ്പോൾ അങ്ങനെ പണ്ട് മുതലേ എനിക്ക് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സുമായിട്ട് വളരെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അവരുടെ കൊയറിലൊക്കെ പാടിയാണ് ഈ ഒരു ചലച്ചിത്ര പിന്നണി ഗായകനായി മാറിയത്. അതിൽ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിന് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ സാറിന് ഒരു ഗായകനുണ്ട്, അത് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് ആ ഒരു ഗായക രംഗത്തേക്ക് സാർ എത്തിപ്പെട്ടത്? ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ, ഞാൻ ക്ലാസ്സിലിരുന്ന് പാട്ട് മൂളുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ കുടുംബം ഒരു സംഗീത കുടുംബമാണ്. ചേട്ടൻ പാടും, ഒരു മാമൻ പാടും. മാമൻ SBIയുടെ ചീഫ് മാനേജറായിരുന്നു. പിന്നെ അങ്ങനെ കൊച്ചുനാളിലോട്ട് വീട്ടിൽ റേഡിയോയ്ക്ക് വയ്ക്കുമായിരുന്നു. അങ്ങനെ റേഡിയോയിൽ നിന്നൊക്കെ കേട്ട പാട്ടുകളൊക്കെയാണ് ഞാൻ ഈ സ്കൂളിൽ വന്നിരുന്ന് ചിലപ്പം പാടുന്നത്. അങ്ങനെ ടീച്ചർ പറഞ്ഞാൽ സനിത്ത് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, അവനെ നമുക്ക് മത്സരത്തിനൊക്കെ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 3ാം ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സ്കൂളിൽ മത്സരത്തിലൊക്കെ പങ്കെടുത്തു. പിന്നെ അക്കാഡമിക് കൗൺസിൽ, അത് കഴിഞ്ഞ് സബ് ജില്ലാ ബാലകലോത്സവം, അങ്ങനെ തുടങ്ങി 1989 സംസ്ഥാന യുവജനോത്സവത്തിന് എനിക്ക് ദേവരാജൻ മാഷ് സംഗീതം നൽകി ONV കുറുപ്പ് സാറ് രചിച്ച ഗാനത്തിനാണ് 1ാം സ്ഥാനം കിട്ടിയത്. ഇത് പാലക്കാട് മലമ്പുഴയിൽ വെച്ചാണ് ഈ യുവജനോത്സവം നടന്നത്. അപ്പോൾ സാർ ദേവരാജൻ മാസ്റ്ററിന്റെ ശിഷ്യനായിരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാർ ദേവരാജൻ മാഷുമായിട്ട് ഉണ്ടായിരുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ, മറക്കാനാവാത്ത അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദേവരാജ മാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കർക്കശ നിലപാടാണ്. മാഷ് പറയുന്ന സംഗതികൾ നമ്മുടെ തൊണ്ടയിൽ വരണം. അങ്ങനെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാഷ് വളരെ പരുഷമായി തന്നെ വഴക്ക് പറയും. മാഷിനെ വളരെ കൃത്യതയോടെ ഈ പറയുന്നത് അതുപോലെ സംഗതികളൊക്കെ വന്നാൽ മാത്രമേ മാഷിന് കൂടെ നിൽക്കാൻ പറ്റൂ. അതിൽ മിക്കവാറും മാഷുമായിട്ട് അടുത്ത ഗായകർക്കെല്ലാം നന്നായിട്ട് അറിയും. അപ്പോൾ സാറിന് അങ്ങനെ എന്തെങ്കിലും അനുഭവം, സാറിന് എന്തെങ്കിലും തെറ്റ് പറ്റേ അല്ലെങ്കിൽ എന്തെങ്കിലും സാർ മാഷിൻ്റെ എന്തെങ്കിലും വഴക്ക് കിട്ടേണ്ട അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ? മാഷിൻ്റെ നിന്ന് വലിയ വഴക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും തരങ്ങണിക്കൊക്കെ വേണ്ടി പാടിയ നമ്മൾ പാടിയത് അത്രത്തോളം വീണ്ടും വീണ്ടും പാടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും മാഷിനെ എന്നെ വളരെ ഇഷ്ടമായിരുന്നു. എനിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷിൻ്റെ ആ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹമാണ് എനിക്ക് 89 സംസ്ഥാന യുവജനോത്സവത്തിന് 1ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ സാറ് മാഷിന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം സാറിന് കിട്ടിയിട്ടുണ്ട്? സ്കൂളിൽ പഠിക്കുമ്പം ടീച്ചേഴ്സൊക്കെ, മ്യൂസിക് ടീച്ചേഴ്സ്, പിന്നെ അല്ലാതെ ഒരു കൃഷ്ണമ്മ ടീച്ചറൊക്കെയാണ് എന്നെ പോലെ ആ സ്കൂളിൽ പഠിച്ച കുട്ടികളിലെ കലാ അഭിരുചികളുള്ള കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നത് ടീച്ചർ വളരെയധികം പങ്കുവച്ചു. അപ്പോൾ സാറ് ഇപ്പോൾ ക്രിസ്മസ് അല്ലേ? അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാവോ? ഒരു നല്ലൊരു ക്രിസ്മസ് പാട്ട് തന്നെ ആവാം.
പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അപ്പോൾ സാറ് ഈ ഗായകനല്ലാതെ സാർ ഇപ്പോൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണല്ലോ, അപ്പോൾ ഇതിൻ്റെ കൂടെ എങ്ങനെ, കാരണം ഈ ഒരു തിരക്ക് പിടിച്ച് ഈ ഒരു ജീവിതത്തിൽ സാറിന് എങ്ങനെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു, ആ ഒരു എങ്ങനെയാണെന്ന് സാർ ഒന്ന് പറയാമോ? കാരണം നമുക്കിപ്പം ഈ പാട്ട് കൊച്ചുനാൾ മുതലേ ഞാൻ പാടുന്നതുകൊണ്ട് പഠിക്കുന്ന കാലത്തും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എനിക്ക് പാട്ട് അതിനെ കൂടെ കൊണ്ട് പാട്ട് കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജോലി തിരക്കിനിടയിലും കിട്ടുന്ന സമയത്ത് ഞാൻ പാട്ടിന് വേണ്ടി വിനിയോഗിക്കും. കാരണം അല്ലെങ്കിൽ സാധാരണ വർക്കിംഗ് ഡേ ആണ്, ചിലപ്പോൾ ഏതെങ്കിലും ചാനലിലോ ഏതെങ്കിലും അതുപോലെയുള്ള എന്തെങ്കിലും പബ്ലിക് ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അവധിയെടുക്കും. അല്ലാതെ ഈ അത് കൊച്ചുനാൾ പോലും ഇനി കുറച്ച് വർഷം കൂടെ എനിക്ക് ബാങ്കിൽ ജോലിയുണ്ട്. അപ്പം അത് കഴിയുന്നവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നീട് കുറച്ച് ഫ്രീ ആയിരിക്കും. അപ്പോഴും പിന്നെ കുറച്ചുകൂടെ സംഗീതത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയും. സാർ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം കഴിവ്, ഇപ്പം പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ചിത്രമാണെങ്കിലും ഇപ്പം നമുക്ക് ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കഴിവുകൾ ഉപേക്ഷിച്ചിട്ട് ഒരു ജോലി തേടി പോകുന്ന ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് അല്ലെങ്കിൽ സാറിന് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? കാരണം ഇപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് അവരുടെ കഴിവ് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു അവസരം ഇപ്പം സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അവരുടെ അവസരം മറ്റുള്ളവരിൽ എത്താതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായും ഇത് വളരെ കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പാടുന്നവരും ഇഷ്ടംപോലെ അഭിനയിക്കുന്നവരുമായിട്ടുള്ള കലാര് ഇങ്ങനെ വേറെ സാഹചര്യമില്ലാത്തതുകൊണ്ട്, കാരണം കലയിൽ നിന്ന് വലിയ വരുമാനം കിട്ടാത്തതുകൊണ്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഒരുപോലെ. അതുകൊണ്ട് പലരും ഇത് ഉപേക്ഷിച്ച് വേറെ പല ജോലികൾ ചെയ്യുന്നവരുണ്ട്. കാരണം എനിക്കിപ്പം ബാങ്കിൽ ഒരു ജോലി കിട്ടിയോണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ കലയെ ഉപേക്ഷിക്കാൻ തയ്യാറുമല്ല. സാർ ഇപ്പോൾ എന്തെങ്കിലും ട്രൂപ്പ് ഇടാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും? നിലവിൽ ഞാൻ എന്നെ വിളിക്കുന്ന ട്രൂപ്പിൽ പോയി പാടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ട്രൂപ്പ് ഇടാൻ എനിക്ക് ഇപ്പോഴും താല്പര്യമില്ല. കാരണം അതിനുള്ള സമയം കിട്ടുകയില്ല. എനിക്ക് മിക്കവാറും എനിക്ക് റിസർവ് ബാങ്കിൽ ഡെപ്യൂട്ടേഷനാണ്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മിക്ക ദിവസം അവധി ദിവസങ്ങളും എനിക്ക് അവിടെ പോവേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കില്ല. എനിക്ക് അവധി ദിവസം മാത്രമേ ഞാൻ എന്ത് പ്രോഗ്രാമിന് പോകാറുള്ളൂ. സാർ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? ഞാൻ ഒരു ഓണ ഫംഗ്ഷനിൽ ലയൺസ് ക്ലബിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു. അപ്പം ഞാൻ ആ ഫംഗ്ഷനിൽ ഗാനമേളയിൽ പാടി കഴിഞ്ഞ ശേഷം ഒരു പ്രൊഡ്യൂസറും ഒരു സംവിധാനവും, സിനിമയിലെ പ്രൊഡ്യൂസറും സംവിധാനവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പ്രൊഫസർ എ കൃഷ്ണകുമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾക്ക് സിനിമയിൽ പാടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായും ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേൾക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ശരിക്കും പാട്ടുകാരുണ്ട്. അങ്ങനെ ആ ഒരു ഇത് എന്നെപ്പോലെയുള്ള, കാരണം ഒരു ജോലിയുള്ള ഒരാളിനെ വിളിച്ച് ഒരു സിനിമയിൽ പാടിക്കുക. കാരണം എന്ന് വെച്ചാൽ പലരും ജോലിയില്ലാത്ത ഇഷ്ടം പേരുണ്ട്. പിന്നെ പാട്ടിന് വേണ്ടി ശരിക്കും സമയം ചെലവഴിക്കുന്നവരുമുണ്ട്. അപ്പം എന്നെ വിളിച്ചു, എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും. അതിൻ്റെ സംവിധാനം സംസാരിച്ചു, ഇങ്ങനെ ഞങ്ങളൊരു സിനിമ എടുക്കുന്നുണ്ട്, താങ്കൾക്ക് അതിലൊരു പാട്ട് പാടാൻ ഒരു അവസരം തരാം എന്ന് പറഞ്ഞു. അത് ലവ് ലാൻഡ് എന്ന ചിത്രമായിരുന്നു.
അത് എനിക്ക് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു അമ്മയെക്കുറിച്ചുള്ള പാട്ടായിരുന്നു. സാർ ആ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാവോ? പാടാം. മനസ്സിൻ്റെ ഉള്ളിലിന്നെവിടെയോ തിരയുന്നു അമ്മതൻ സ്നേഹത്തിൻ ഓർമ്മക്കുറിപ്പുകൾ. മനസ്സിൻ്റെ ഉള്ളിലിന്നെവിടെയോ തിരയുന്നു അമ്മതൻ സ്നേഹത്തിൻ ഓർമ്മക്കുറിപ്പുകൾ. തുടർന്ന് 11ഓളം സിനിമകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ലളിതഗാനങ്ങളിൽ ക്രിസ്തീയ മുസ്ലിം ആൽബങ്ങളിലും ഡിവോഷണൽ സോങ്സുകളും ഒക്കെ ഞാൻ പാടിയിട്ടുണ്ട്. ദേവരാമാഷിൻ്റെ ഗാനങ്ങൾ തരങ്ങിണിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഓർമ്മക്കുറിപ്പ് സാറൊക്കെ രചിച്ച ഗാനങ്ങൾ. അപ്പോൾ സാറിൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഈ ഒരു സമയത്ത് സാറിന് നല്ല സപ്പോർട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ പറ്റി, ഫാമിലിയെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു വ്യക്തിയുടെയും ഒരു പ്രധാന ഘടകമാണ് കുടുംബം. കുടുംബത്തിലുള്ള ഭാര്യയുടെ ഒരു സപ്പോർട്ട് ഒരു പ്രധാന ഘടകമാണ്. അപ്പം എനിക്ക് ഭാര്യയും ഒരു മകനുമാണ് ഉള്ളത്. അപ്പം ഭാര്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിന് വളരെയധികം നല്ല പ്രോത്സാഹനമാണ് തരുന്നത്. എൻ്റെ ജോലി തിരക്കിനിടയിലും എന്നെ പല കാര്യങ്ങളും എന്നെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. മോൻ മാർവൻസ് കോളേജിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് 1ാം വർഷ വിദ്യാർത്ഥിയാണ്. മോൻ പാട്ടത്തില്ല, പക്ഷേ പടമൊക്കെ വരയ്ക്കും. സാർ അപ്പോൾ സാർ ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും, ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ സാറിൻ്റെ അടുത്ത് വന്ന് ഇനി പരിചയമുണ്ട്, അറിയാം. അപ്പോൾ സാറിൻ്റെ ഒരു കാരണം നമ്മളെല്ലാവരും ഒരു സിനിമയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ല ഒരു പിന്നണി ഗായകൻ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആ സാറിൻ്റെ ഒരു അനുഭവം എന്താണ്? കാരണം നമ്മൾ വന്നിട്ട് അറിയാം, അയ്യോ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു അഭിമാനമാണ് അതിൽ. തീർച്ചയായും ഞാനിപ്പം പലയിടത്തും ചെല്ലുമ്പോൾ മിക്കവാറും എന്നെ അവിടെ നിൽക്കുന്നതിൽ പലർക്കും എന്നെ അറിയായിരിക്കും, അന്ന് സംസാരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഗായകൻ എന്ന നിലയിൽ വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെ ജനം അറിയുന്നുണ്ടല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള കഴിവിനെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ നമ്മളെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അതെൻ്റെ ബാങ്കിലായാലും ഞാൻ പോകുന്ന എവിടെയായാലും എന്നെ പാട്ടുകാരൻ എന്ന നിലയിൽ എനിക്കൊരു പരിഗണനയുണ്ട്. സാർ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സാറിൻ്റെ അടുത്ത് പാടിത്തരാമോ, അല്ലെങ്കിൽ ആരാധകർ വന്നിട്ട് സാർ ഒരു പാട്ട് പാടിത്തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാടുന്ന ആ ഒരു പാട്ട് ഏതായിരിക്കും? ഈ അമ്മയെക്കുറിച്ചുള്ള പാട്ടായിരിക്കും? ഈ പാട്ട് പാടും, പിന്നെ അല്ലാതെ ദാസേട്ടൻ്റെ പല പാട്ടുകളും പാടും. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പാട്ട് ഏതാണ് സാർ? കാരണം ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അത് കുറി വരച്ചാലും എന്നുള്ളൊരു പാട്ട് ഈ ദൂരദർശനിലൊക്കെ ഞാൻ ശരിക്കും പാട്ട് ദാസേട്ടൻ്റെ പാടിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ അതിൽ കുറി വരച്ചാലും എൻ്റെ ശരിക്കും പേര് ചോദിച്ചു. സാർ ആ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാമോ? കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. അപ്പോൾ
അപ്പോൾ സാർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് അതിൻ്റെതായിട്ട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ഭാരത് സേവക് സമാജ് പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റി ഒന്ന് പറയാവോ? ഞാൻ കൊച്ചുനാൾ പോലെ എനിക്ക് സാംസ്കാരികം ഈ സാമൂഹ്യ രംഗത്തും ഈ ദുഃഖിതരുടെയും, അതായത് ഈ സുഖമില്ലാതെ കിടക്കുന്ന, അങ്ങനെ പിന്നെ ഈ മയക്കുമരുന്ന്, പിന്നെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനൊക്കെ കൊച്ചുനാൾ തൊട്ട് ഞാൻ പല ക്ലബിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാത്തിലും എന്നെ ലയൺസ് ക്ലബ്ബ്, IMA, പിന്നെ അല്ലാതെ എക്സൈസിൻ്റെ അവരുടെ ചില ഫങ്ഷനുകൾ, അല്ലാതെ ചില ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, അവരെല്ലാം എന്നെ വിളിക്കും. ഞാൻ അതിലേക്ക് പോവാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. സ്കൂളുകളിൽ പങ്കെടുക്കാറുണ്ട്. സ്കൂളിൽ വിളിച്ച് അവിടെ പോയി സംസാരിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വരും തലമുറയെ കാർന്ന് തിന്നുന്ന ഒരു മാരക രോഗമാണ് ലഹരി. സത്യം. അപ്പം ജീവിതം തന്നെ ലഹരിയാക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. ഞാൻ എവിടെ പോയാലും, കാരണം ഞാൻ അതിനു വേണ്ടി നന്നായിട്ട് സംസാരിക്കാറുണ്ട്. കുട്ടികളെ ഈ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എന്നെ കഴിയുന്ന എന്തും ഞാൻ ചെയ്യും. സാർ, ഇത് കൂടാതെ സാറിന് വേറെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും. സുകുമാര സ്മാരക ചലച്ചിത്ര അവാർഡ്, പിന്നെ ബാലഭാസ്കർ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാർ, ഇപ്പോൾ ഒരു ബാങ്ക് മാനേജറാണ്, പിന്നെ ഒരു ഗായകനാണ്, അതിലുപരി ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. പക്ഷെ ഇത് മൂന്നും എങ്ങനെ പോയാലും ഒരു യോജിപ്പില്ലല്ലോ സാർ, കാരണം മൂന്നും ഒരേ മേഖലയല്ലല്ലോ. അപ്പൊ സാർ, അതെങ്ങനെയാണ് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? ഇപ്പം ഇത് സാധാരണ പ്രേക്ഷകരെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ജോലി തന്നെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഭയങ്കര പാടാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിനെ പൂർണ്ണമാക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ഒരു 3 ജോലിയും ഒരുപോലെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എങ്ങനെ സാറിന് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നു? അത് കാരണം ഇതിന് നമുക്ക് ഒന്നിനും പ്രത്യേകിച്ച് ഒരു സമയം കിട്ടില്ല. നമ്മളുള്ള സമയത്ത് നമുക്ക് ഇതിലെല്ലാം, നമ്മളൊരു മനുഷ്യ ജീവിയാണ്. നമ്മൾ മാത്രം നന്നായി ജീവിച്ചാൽ പോരാ. നമ്മൾ ഒരു സമൂഹത്തിൽ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും കൂടെ നമ്മളെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവണം. നമ്മൾ ഇന്നിപ്പം പല രോഗങ്ങളാലും ഭയങ്കര കോവിഡ് ഇതുപോലെ പല മഹാമാരികൾ വരുന്ന സമയമാണ്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്ത് കഴിയും? നമ്മൾ എത്ര നാൾ ഒരാൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമുക്കിങ്ങനെ എല്ലാത്തിലും കാരണം ഇനി എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കും, എനിക്കിങ്ങനെ തന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തനവും ഇതുപോലെ ബാക്കി കലാ മേഖലയും ഇതെല്ലാം കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സാർ, ഇപ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിലും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ ആണെങ്കിലും സാർ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? നല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ, ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ടിപ്പ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും സാറിൻ്റെ എന്തെങ്കിലും? അല്ല, അത് കാരണം ഈ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുമായിട്ട് സഹകരിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളും പിന്നെ ഈ ബാക്കി നമ്മൾ ഈ പോകുന്നിടത്ത് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ക്ലാസ്സിന് പോകുന്ന ആൾക്കാരുണ്ട്. അവരും കൂടെ സംസാരിക്കും. അവർ പറയുന്നതിനെ ഒന്നും കൂടി ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മുടെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് അതും കൂടെ അവരുടെ മുന്നിൽ വെക്കും. ഇന്നൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ. നമുക്ക് അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ഈ ക്യാൻസർ അതുപോലെയുള്ള രോഗങ്ങളായിട്ട് വരുന്ന വൃദ്ധസദനങ്ങൾ, ഞാൻ ഇവിടെ എല്ലാം പോകും, പാട്ട് പാടും. എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ കൂടുതൽ ചെലവഴിക്കുന്നത് ഇതുപോലെ അതുപോലെ തന്നെ ഈ കുട്ടികളെ ചിത്ര ഹോം, അതുപോലെ തന്നെ ഈ ക്യാൻസർ ബാധിച്ച് ചില കുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. അവിടെ എല്ലാം ഞാൻ പോകാറുണ്ട്. അത് പല ക്യാൻസർ കെയർ സെൻ്ററുകൾ പലതുണ്ട്. അതിലെല്ലാം എന്നെ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ പോകാറുണ്ട്. പിന്നെ തന്നെ ഈ പ്രായമായവർ, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ കുറേ അങ്ങനെ ഹോമുകളുണ്ട്. ഞാൻ അവിടെ എല്ലാം പോകാറുണ്ട്. അവിടെ ചെന്ന് പാടാറുണ്ട്. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിൽ ഞാൻ ഓണം, ക്രിസ്മസ്, റംസാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെയുള്ള മന്ദിരങ്ങൾ സന്ദർശിക്കുകയാണ് എൻ്റെ ഒരു ജീവിതചര്യ
എന്ന് തന്നെ പറയാം. എനിക്ക് മനസ്സിന് ഭയങ്കര സംതൃപ്തിയാണ്. അപ്പോൾ സാറേ, ഞാൻ ചലച്ചിത്ര പിന്നണി കാരണം വെച്ചാൽ ബാക്കിയുള്ള വേറെ ഒരു കാര്യത്തിന് ഞാൻ ഇടപെടാറില്ല. എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ. സാറിനിപ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തനമാണോ അതോ ഈ ബാങ്കാണോ അതോ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഗായകനായിട്ടാണോ? പ്രേക്ഷകർ എന്തിലൂടെ സാറിനെ അറിയാനാണ് സാർ ആഗ്രഹിക്കുന്നത്? എന്നെ ഒരു ചലച്ചിത്ര പിന്നണി ഗായകനായി അറിയാനാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം. സാറിന് അതിൽ ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം മറ്റത് എൻ്റെ ജോലിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കാരണം എനിക്കറിയാവുന്ന പല കലാകാരെയും വ്യക്തിപരമായി അറിയാവുന്ന പല കലാകാരും കാരണം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്ന് എൻ്റെ കയ്യിൽ കടം വാങ്ങിച്ചവർ വരെ ഉണ്ട്. തിരിച്ചു തരാൻ കഴിയാത്ത വലിയ കലാകാരുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, അവരിപ്പം ജീവിച്ചിരിപ്പില്ല. നല്ല കലാകാരുണ്ട്. കാരണം അവരുടെ അവസ്ഥ എനിക്കറിയാം. അപ്പോൾ എനിക്ക് അത് കാരണം ബാങ്കിലെ ജോലി ഒരിക്കലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. സാർ, ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഗായകർ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവരെല്ലാവരും മലയാളികൾ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിൽ നിൽക്കാൻ പറ്റാത്ത മുന്നിലെത്താത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രൂപ്പിടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മലയാളികൾക്ക് നല്ല നല്ല ഗാനങ്ങളിലൂടെ കേട്ടുകൊണ്ടിരുന്നവർ പോലും ഇപ്പം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാർ ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം അവർക്കും എന്തെങ്കിലും എന്നെ കൊണ്ട് കാരണം സാർ ഒരിക്കൽ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പിച്ചക്കാരൻ, പക്ഷെ നല്ല ഒരു പാട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന് ഒരു പാട്ടില് ഒരു സിനിമയിൽ പാടാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് സാർ, ഒരുപാട് കഴിവുണ്ട്. പക്ഷെ അവർക്ക് പ്രകടിപ്പിക്കാൻ ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് മുന്നിലോട്ട് എത്താനായിട്ടുള്ള ഒരു സാഹചര്യം. അപ്പോൾ സാറിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട്? അല്ല, ഞാൻ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി അവരെ കാരണം കലാവാസനകൾ പരിപോഷിക്കുന്നതിന് വേണ്ടി പല സംഘടനകളിലും ഈ പ്രോഗ്രാമിനും പലതിനും ജഡ്ജായിട്ടൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവർക്കൊക്കെ നല്ല എന്നെ കൊണ്ട് കഴിയുന്നുള്ള ഉപദേശങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത്രയും ചാനലുകളൊന്നും ഇല്ലായിരുന്നു. അന്ന് ദൂരദർശനാണ്. ആദ്യം ദൂരദർശനിൽ എനിക്ക് 1984 ഏഷ്യയുടെ നടക്കുമ്പോഴാണ് എനിക്ക് സ്കൂൾ യുവജനോത്സവത്തിന് പ്രൈസ് കിട്ടിയോണ്ട് എനിക്ക് അന്ന് പാടാൻ ഒരു അവസരം കിട്ടിയ ഒരു കലാകാരനാണ് കൂടിയാണ് ഞാൻ. ഈ ഓണത്തിന് എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ദൂരദർശനിൽ. അപ്പോഴും ഞാൻ ഈ കാര്യം പറഞ്ഞു. കാരണം 84 ഏഷ്യയുടെ നടക്കുന്ന സമയത്ത് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കാരണം ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് യൂട്യൂബ് ഉണ്ട്, അവസരങ്ങൾ മാത്രമല്ല സാർ, ഒരുപാട് നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷെ അന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം ഇല്ല. നമ്മളെ ആരെങ്കിലും അറിഞ്ഞ് നമ്മളെ കണ്ടെത്തി അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു ഗായകനുണ്ട് അല്ലെങ്കിൽ നമ്മളെ കഴിവ് കണ്ടെത്തി വന്നാലേ നമുക്ക് ആ അവസരം മറ്റുള്ളവരിൽ. അന്നൊക്കെ എനിക്ക് തോന്നുന്നത് 3ാം ക്ലാസ്സിൽ കഴിഞ്ഞ് പിന്നെ ആകാശവാണിയുടെ ബാലലോകം പരിപാടിയിലൊക്കെയാണ് നമ്മൾ വരുന്നത്. ബാലലോകം അന്ന് ആകാശവാണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകാശവാണിയുടെയൊക്കെ സപ്പോർട്ട് കിട്ടിയാണ് ആകാശവാണിയിലൊക്കെയാണ് നമ്മൾ പരിപാടി അവതരിപ്പിച്ചത്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഇഷ്ടംപോലെ ചാനലുകളും ഇഷ്ടംപോലെ റേഡിയോകളും ഒക്കെ ഉണ്ട്. ഒന്നും വേണ്ട സാർ, യൂട്യൂബിൽ മാത്രം ഒരു വീഡിയോ എടുത്തിട്ട് ലൈക്ക് കൂടിയാൽ മാത്രം മതി. അപ്പൊ അന്ന് ഇതേപോലെ ഒരുപാട് ആൾക്കാർ പാടാൻ അല്ലെങ്കിൽ അവസരം തേടി നടന്ന അങ്ങനെ എന്തെങ്കിലും സാഹചര്യം സാറിന് ഉണ്ടായിട്ടുണ്ടോ? കാരണം സാർ പറഞ്ഞല്ലോ സാറിന്റെ വീട്ടിൽ ഒരുപാട് സഹോദരനായാലും എല്ലാവരും പാട്ടുകാരാണെന്ന്. അപ്പൊ അവരൊക്കെ സപ്പോർട്ട് ആയിരുന്നു സാറിന് സാറിന്റെ ഒരു കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട്? കാരണം എല്ലാവരും പാടുന്നുണ്ട് വലിയ. കാരണം ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാമിലി മിക്കവരും ഗവൺമെന്റ് ജോലിയുള്ളവരാണ്. അപ്പം കാരണം കലയോടൊപ്പം ജോലിയും കൂടെ കൊണ്ടുപോവുക എന്നുള്ള ഒരു ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഒരു പ്രധാന ഘടകമാണ് നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ജീവിക്കാൻ ആർക്കായാലും ഒരു വരുമാനം ഒരു പ്രധാന ഘടകമാണ്. ഈ ഗായകനിൽ കൂടെ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. എൻ്റെ കാലഘട്ടം എനിക്കറിയാവുന്ന പ്രഗത്ഭരായ ചലച്ചിത്ര പിന്നണിക്കാർ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണ്. അവരൊക്കെ കാരണം എന്ന് വെച്ചാൽ അത്ര വലിയ അവസരമൊന്നും കിട്ടിയില്ല. പക്ഷെ അവരൊന്നും ഇപ്പോഴും എല്ലാവർക്കും അറിയാവുന്നവരാണ്. അവരിലൊക്കെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞതാണ്.
അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിന് കൂടുതൽ സമയം ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അതാകുമ്പോഴത്തേക്ക് എല്ലാത്തിലും നമുക്കെല്ലാം ഒരു കൊണ്ട് ജീവകാരുണ്യം ഇതും എല്ലാം കൂടെ ആയി ഒരു സാമൂഹിക ജീവിയായി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാർ, അപ്പോൾ ദേവരാജൻ മാസ്റ്ററിൻ്റെ കൂടെ അല്ലാതെ സാറിന് ആരുടെയൊക്കെ കൂടെ സാറിന് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരുടെയൊക്കെ പാട്ടുകൾ സാറിന്? വേറെ അല്ലാതെ പലരോടും പലരെ പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട്, പല സംഗീത സംവിധായകരും. അപ്പം അതുകൊണ്ട് ദേവരാ മാഷിനോടാണ് എനിക്ക് അടുപ്പം കൂടുതൽ. വേറെ ഒന്നുമല്ല, മാഷിൻ്റെ ഒരു ശിഷ്യനാവാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം ഇന്ന് ആർക്കും കിട്ടാത്തൊരു മാഷിനായിട്ട് അത്ര അടുക്കില്ലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മാഷ് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കർക്കശ നിലപാടാണ് എനിക്ക്. കാരണം എന്ന് വെച്ചാൽ പാടുമ്പോഴൊക്കെ മാഷ് നോക്കും എങ്ങനെയാണ് പാടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആ മാഷ് പറഞ്ഞു തന്ന പോലെ പാടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് 89 സംസ്ഥാന യുവജനോത്സവത്തിന് 1ാം സ്ഥാനം കിട്ടിയത്. അന്ന് ജഡ്ജായിരുന്ന ആ പാലക്കാട് മലമ്പുഴ വെച്ചാണ് ഇത് നടന്നത്. അപ്പം ഈ മത്സരമൊക്കെ കഴിയുമ്പം ഈ പാട്ടിലും ഇതിലുമൊക്കെ പങ്കെടുത്തവർ സ്റ്റേജിൻ്റെ ചുറ്റുപറ്റും കിടന്ന് അവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. കാരണം എന്തെങ്കിലും വല്ല അറിയണ കാരണം പ്രൈസ് വല്ല കിട്ടുമെന്ന്. അപ്പോൾ എന്നെ അന്ന് ജഡ്ജായിരുന്ന ഉദയഭാനു മാഷായിരുന്നു ഒരു ജഡ്ജ്, പ്രധാന ജഡ്ജ്. ഉദയഭാനു മാഷ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒന്ന് വിളിച്ച് ചോദിച്ചു, ഈ പാട്ട് ആരാ സംഗീതം ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് വല്ല പ്രൈസ് കിട്ടുമായിരിക്കും. അപ്പം അവസാനം അവരെല്ലാം പോയി മണിക്കൂറുകൾ കഴിഞ്ഞ് പാതിരാത്രിയാണ് അനൗൺസ് ചെയ്യുന്നത് 1ാം സ്ഥാനം സനിത്ത്. അപ്പം കാരണം വാസ്തവം പറഞ്ഞ അന്നത്തെ പേപ്പറിലൊക്കെ അവിടുത്തെ പാലക്കാടുള്ള പത്രങ്ങളിലെല്ലാം എൻ്റെ അന്നത്തെ കാലത്ത്. അപ്പം പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് വെച്ചാൽ എനിക്കൊരു ചേച്ചിയുണ്ടൊരു ചേട്ടനുമുണ്ട്. ചേച്ചിയുടെ പേര് സ്വപ്ന, ചേട്ടൻ്റെ പേര് സജിത്ത്. ചേട്ടൻ പാടും, ചേച്ചിയാണ് കൊച്ചുനാളുകളിൽ പാട്ടൊക്കെ എഴുതി തന്നത്. അമ്മ എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പാടാം. അമ്മയുടെ കുടുംബം ഒരു സംഗീത കുടുംബമാണ്. അപ്പോൾ ചേച്ചിയുടെ കല്യാണം ഈ യുവജനോത്സവത്തിൻ്റെ അടുത്ത ദിവസമായിരുന്നു. എൻ്റെ പാട്ടിൻ്റെ അടുത്ത ദിവസമായിരുന്നു. അന്ന് പാലക്കാടാണ്. അപ്പോൾ എനിക്ക് പ്രൈസ് കിട്ടിയോണ്ട് ഇവിടുന്ന് വന്ന ഒരു വണ്ടിയിൽ എന്നെ 7 കിലോമീറ്റർ ഉണ്ട് പാലക്കാട് നിന്ന് മലമ്പുഴ വരെ. രാത്രിയാണ്. ഞാൻ ഇങ്ങനെ ബസ് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ട് വിട്ടുതരാം. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തൊരു വലിയ കാര്യമായിരുന്നു. എന്നെ മലമ്പുഴയിൽ നിന്ന് പാലക്കാട് വരെ കൊണ്ടുവിട്ടു വന്നു ഒരു മിനി ടെമ്പോയിൽ. കാരണം അത് ഒരു പാട്ട് കൊണ്ടുള്ളതാണ്. അപ്പം അങ്ങനെ പിന്നെ പിൽക്കാലത്ത് ആ ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയി ഞാൻ കണ്ടു. ട്രിവാൻഡ്രത്ത് കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ചേട്ടൻ. ഇങ്ങനെ കണ്ടു. അത് തന്നെ എൻ്റെ ഒരു വലിയ അനുഭവമാണ്. സാർ ഇപ്പോൾ ഒരുപാട് സിനിമകൾ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സാറിന് അതിൽ മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് ഈ പാട്ട് കിട്ടിയത്, ഈ പാട്ട് പാടാനായിട്ട് ഒരു അവസരം കിട്ടിയത് ഒരു അഭിമാനമായിട്ട് തോന്നുന്ന ഏതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ സിനിമയോ അങ്ങനെ ഏതെങ്കിലും? എനിക്ക് ചില ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവരാ മാഷിൻ്റെ പാട്ട് എനിക്ക് പ്രൈസ് കിട്ടിയത്, അതുപോലെയുള്ള പാട്ട്, അതെനിക്ക് ദേവരാ മാഷിൻ്റെ പാട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്ക് അത് നല്ല ഭൂമി നമ്മുടെ ഭൂമി ഭാരതഭൂമി, നല്ല ഭൂമി നല്ല ഭൂമി നല്ല ഭൂമി, നമ്മുടെ ഭൂമി ഭാരതഭൂമി, നല്ല ഭൂമി. അപ്പോൾ സാർ, ഇപ്പോൾ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സന്ദേശം ഉണർത്തുന്ന ക്രിസ്മസ് ദിനത്തിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിക്കുകയും പിന്നെ സാറിൻ്റെ പാട്ടിൻ്റെ ഒക്കെ വിശേഷങ്ങൾ പങ്കുവെച്ചതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ സാറിന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാറിൻ്റെ ഒരു ഗാനത്തോടു കൂടി ഈ ഒരു പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സാർ ഒരു നല്ലൊരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാവോ?
സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാമോ? കാരണം ഇത്രയും പാട്ട് പാടിയതിൽ സാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കാണുമല്ലോ നമുക്ക്. ആ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാവോ? ഒരു തമിഴ് ഗാനം പാടാം. ഈ ക്രിസ്മസ് സമ്മാനമായിട്ട് ദാസേട്ടന്റെ ഒരു തമിഴ് ഗാനം. കണ്ണി കലമാനെ കണ്ണിമയിലന കണ്ടീനുനെ നാനേ കണ്ണി കലമാനെ കണ്ണിമയിലന കണ്ടീനുനെ നാനേ അന്തിപ്പകലുനെ நான் பார்க்கிறேன் ஆண்டவனே இதைதான் கேட்கிறேன் ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ கண்ணே கலைமானே கண்ணிமயிலன கண்டேனுனை நானே அந்திப்பகலுனை நான் பார்க்கிறேன் ஆண்டவனை இதைதான் கேட்கிறேன் ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ. ഓക്കെ സാർ, അപ്പം താങ്ക് യു സാർ. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.